ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. മിനിറ്റുകളോളം നിങ്ങൾ പുറത്തിരിക്കുന്നു, കരയുന്നു. പക്ഷെ ആരും വന്നില്ല. ആ ഗേറ്റ് തുറന്നില്ല, ഗ്രില്ല് തുറന്നില്ല. അതെങ്ങനെയായിരുന്നു ആ സമയം? എല്ലായ്പ്പോഴും അവിടെ അങ്ങനെയാണ്. ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി പോയപ്പോഴും അവിടെ ബെല്ലടിച്ച് അവർ എണീറ്റ് വന്ന് OP ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ രോഗിയെ നോക്കാറുള്ളൂ. ഈ അന്നത്തെ ദിവസം അവർ ഉറക്കത്തിൽ നിന്ന് വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ അവർക്ക് പറ്റുന്നില്ല. അന്ന് ഒരുപാട് താമസിച്ചിട്ടാണ് പൂട്ട് തുറന്നത്. അപ്പോഴും ഇക്കൊക്കെ ഇവിടെ മരണവെപ്രാളം പോലെ തന്നെയായിരുന്നു. ശ്വാസം കിട്ടുന്നില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, നെഞ്ചുവേദന അല്ല, ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയാണ്. അപ്പം ഞാനിങ്ങനെ സമാധാനിപ്പിക്കാൻ അവിടെ ഇരിക്കുകയും ഞാനിപ്പോൾ വിളിക്കാം. എന്നിട്ട് ഞാൻ ആ ഗ്രില്ലിനപ്പുറത്ത് നിന്ന് അവരെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞൊന്ന് ഓടി വരുമോ സിസ്റ്റർ, ഇത്തിരി ഓടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ വരുന്ന ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത്. അവരുടെ ഉറക്കം പോയതിൻ്റെതായിരിക്കും, പക്ഷെ നഷ്ടപ്പെടുന്ന ഞങ്ങൾക്കല്ലേ. ഈ ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് ഞാൻ ചോദിക്കുകയാണ് ആരെങ്കിലും ഒന്ന് കയറുമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് ആരും വരത്തില്ല എന്ന് പറഞ്ഞു. അവിടെ നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്, നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ഉണ്ട്, ആ സെക്യൂരിറ്റി ഉണ്ട്. ഒരാൾ എന്നെ സഹായിക്കാനില്ലായിരുന്നു. വേണ്ട, അവർ സഹായിക്കണമെന്ന് CPR കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു. ആ മെഡിക്കൽ കോളേജിൽ പോകുന്നതിനിടയ്ക്ക് എൻ്റെ വാപ്പയും ചേച്ചിയുടെ മോനുമാണ് കയറിയത്. അപ്പോഴും ഞാൻ CPR കൊടുക്കാൻ നോക്കിയിട്ട് വാ തുറന്ന് നോക്കുമ്പോൾ നാക്ക് കടിച്ചു പിടിച്ചൊക്കെയാണ്. അപ്പോഴും മൂക്കിന്ന് വായിന്ന് പത വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ഇവിടെ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവർ ചോദിച്ചത് CPR കൊടുത്തു എന്നാണ് ചോദിച്ചത്. ഈ കൊണ്ടുപോകുന്ന ഈ ഗ്യാപ്പാണ് അവർ പറഞ്ഞത് 20 മിനിറ്റായി പോയിട്ടെന്ന്. മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ അത് ജീവൻ പോയിരുന്നു എന്നാണോ പറഞ്ഞത്? ആംബുലൻസിൽ കയറിയതിനു ശേഷം സംസാരിച്ചിട്ടില്ല. ആംബുലൻസിൽ കയറ്റുന്നതിന് മുന്നേയും ആ ഹോസ്പിറ്റലിൽ ആ നെബുലൈസേഷൻ കൊടുക്കുന്ന അവിടെ നിന്ന് വീൽ ചെയറിലോട്ട് ആയ സമയം മുതൽ പുള്ളി സംസാരിച്ചിട്ടില്ല. അപ്പോഴും ഇവിടെ ഇന്നലെ സൂപ്രണ്ട് പറഞ്ഞു CPR കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഉണർന്നിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് CPR കൊടുക്കുന്നത്. ഈ പറയുന്ന സൂപ്രണ്ട് അവിടെ ഇല്ലായിരുന്നു, അവർ വാദത്തിന് വേണ്ടി പറയുന്നതാണ്. അല്ലെങ്കിൽ വീണ്ടും CCTV നോക്കിയല്ല അറിയാം. തിരിച്ച് ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് എൻ്റെ ഇക്കാക്ക് ബോധമില്ലാത്ത ഒരാൾക്ക് CPR കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞാലേ അറിയാവോ. പറഞ്ഞിട്ട് പോലും അത് ചെയ്തില്ല. അതാണ് എനിക്കും എൻ്റെ മക്കൾക്ക് ഞങ്ങളുടെ ല്ലേ നഷ്ടപ്പെട്ടത്. അവരുടെ ആരുമല്ല, ഇതെനിക്ക് ആരുടെ ജോലി പോകണമെന്നൊന്നും. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഇത് ഇനി വേറൊരാൾക്ക് ഉണ്ടാവരുത്. അത് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യട്ടെ. അതുകൊണ്ട് മാത്രം മുന്നോട്ട്. തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചെന്നൊരു പരാതി കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇതേ തുടർന്നൊരു യുവാവ് മരിച്ചതും. എന്തായാലും നിർണായക CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്വാസം മുട്ടലിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച ബിസ്മിന് അസ്വസ്ഥതയുണ്ടാകുന്നതും സഹായം തേടുന്നതും വാർത്ത കണ്ടപ്പോൾ വല്ലാത്ത സങ്കടമായി. ആ പൊന്നു സഹോദരി നിസ്സഹായമായൊരു ഘട്ടം. ബിസ്മീറിന് എത്ര പ്രായമുള്ളത്? 30. കരഞ്ഞുകൊണ്ട് പറയാം, എനിക്ക് 2 മക്കളാണ്, ആ മക്കൾ അനാഥയാകും, എത്തിയമാകും, ഒന്ന് രക്ഷിക്കണേ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പാവം കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാവം ആ സഹോദരി ഒരിക്കൽ ആശുപത്രിയിൽ പോകുന്നു, തിരിച്ചു വരും, എന്നാൽ ഇവർ കേട്ട് തുറക്കുന്നുമില്ല. ഈ പാവപ്പെട്ടവർ ഈ സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? പാവം അവർക്ക് വേറൊരു ആശ്രയമില്ലാത്ത കൊണ്ടാണ് അങ്ങോട്ട് എത്തുന്നത്. അവരാണെങ്കിൽ അതല്ല സുഖനിദ്രയിലാണ്. ആ സമയത്ത് അതൊന്നും ഗവനിച്ചില്ല. നോക്ക്, 2 മക്കൾ അവർക്ക് നിസ്സാരമാണ്. പിന്നെ വന്നാൽ തന്നെ വല്ലാത്ത ദേഷ്യത്തോടു കൂടി ഇവർക്ക് അവർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ദേഷ്യവും. പാവം ആ കുടുംബത്തിൻ്റെ ഒരു സങ്കടം ഓർക്കണം. ആ പിഞ്ചു മക്കൾക്ക് എങ്ങനെ സമാധാനം പറയാൻ കഴിയും? ആ പൊന്നു മക്കളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയും? കാരണം മുമ്പിൽ തന്നെ തൻ്റെ ഭർത്താവ് അല്ലേ ഒരു ശ്വാസം കിട്ടാത്തതിൻ്റെ പേരിൽ വെപ്രാളപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങോട്ടിങ്ങോട്ട് ആ പെൺകുട്ടി, ആ സഹോദരി ഓടുകയാണ്. എന്നാലോ ഒരാളും അങ്ങ് രക്ഷപ്പെടുത്താൻ വന്നില്ലല്ലോ. പാവം എത്ര സങ്കടപ്പെടും. ആ ഭർത്താവിൻ്റെ അവസാനത്തെ ആ മരണദൃശ്യം കൺമുമ്പിൽ കണ്ട ആ പൊന്നുമോൾ എന്നും എപ്പോഴും അത് ഓർത്ത് കരയില്ലേ? എത്ര സങ്കടപ്പെടും. ആരാണ് ഇതിനൊക്കെ സമാധാനം പറയുക? മനുഷ്യത്വമില്ലാത്ത വലിയ വലിയ കെട്ടിടങ്ങളെ കൊണ്ട് ആശുപത്രികൾ നിർമ്മിച്ച് എന്ത് കാര്യമാണ്? മനുഷ്യത്വമില്ലാത്ത ആശുപത്രികൾ കൊണ്ട് ഒരു കാര്യവുമില്ല. മനുഷ്യൻ്റെ മരണവേളയിൽ രക്ഷയ്ക്ക് വേണ്ടി ഓടി വരുന്നത്, അവിടെ ഒരു ആശ്വാസം കിട്ടും, രക്ഷപ്പെടുത്തും ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ, ആശുപത്രി എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമുക്ക് സമാധാനമാണ്. കാരണം തൊട്ടടുത്ത് ആശുപത്രി ഉണ്ടല്ലോ, ഇന്നാലിന്ന് ഡോക്ടറുണ്ടല്ലോ,
നമുക്കൊന്നും പേടില്ല, നല്ല സൗകര്യമുള്ള സ്ഥലമാണ് നമ്മുടെ വീടും പറമ്പും ഒക്കെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്ഥലങ്ങളൊക്കെ മാറി അടുത്തടുത്തുള്ള എന്തിനാണ്? എല്ലാ ആശുപത്രികളിലല്ല, നല്ല നല്ല കാര്യത്തോടു കൂടിയൊക്കെ ചില ഗവൺമെൻറ് ആശുപത്രി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി അവിടുത്തെ കാര്യമായ അവിടുത്തെ ചില ഡോക്ടർമാർ, ഈ അടുത്ത് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് പോകുമായിരുന്നു. ആ സമയത്തൊക്കെ അവിടെ ഒരു ഉമ്മയെപ്പോലെയാണ് നമ്മളൊക്കെ കണ്ടത് ആ ഡോക്ടർ. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എനിക്കെന്തോ ഒരു അനാഥ പോലെയാണ് അവിടെ തോന്നിയത്. കാരണം അവിടെ ആരും സ്വീകരിക്കാനോ സംസാരിക്കാനോ വരുന്നില്ല. ഞാൻ വല്ലാത്ത വശമായി, സങ്കടമായി. ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോയത്. ആ സമയത്ത് അവിടെ ഒരു ചെറിയ ഒരു പെൺകുട്ടിയാണ് ഡോക്ടറായിട്ടുള്ളത്. ഞാൻ ചോദിച്ചു, ആ ഡോക്ടർ ഇവിടെ പോയി? അപ്പോൾ പറഞ്ഞു, മരണപ്പെട്ടു പോയിന്നാ. എനിക്ക് കരഞ്ഞുപോയി. ഞാനും എൻ്റെ ഭാര്യ എല്ലാവരും കരഞ്ഞുപോയി. കാരണം മറ്റു പല ആശുപത്രികളിലേക്ക്, നാം സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയപ്പോഴും പോലും പരിഗണന കിട്ടാത്ത പരിഗണനയാണ് അവിടെ നമുക്ക് കിട്ടിയത്. അർദ്ധരാത്രി നാം ആശുപത്രിയിലേക്ക് പോയപ്പോൾ വീട്ടിൽ നിന്ന് സ്വയം പണം കൊടുത്തു ഓട്ടോ ഓടിച്ച് നേരെ ആശുപത്രിയിലേക്ക് വന്ന അത്രയ്ക്കും എന്തോ ഒരു മാനവികത കാണിച്ച ആ ഡോക്ടർ പെട്ടെന്ന് മരണപ്പോയിട്ട് എന്ന് പറയുമ്പോൾ സങ്കടപ്പെട്ടു. ഞാൻ അതിൻ്റെ ശേഷം ആ ആശുപത്രിയിലേക്ക് ഇതുവരെയൊക്കെ പോയിട്ടില്ല. ഏകദേശം കുറേ വർഷങ്ങളായി ഞാൻ അങ്ങോട്ട് പോകാതെ. അത്തരത്തിലുള്ള ഡോക്ടർമാർ നഷ്ടപ്പെട്ടാൽ അത് നമുക്കൊരിക്കലും അവരുടെ ആ ഓർമ്മ അത് മറക്കാൻ പറ്റൂല. അത്രയ്ക്കുമായിരുന്നു. അങ്ങനെയുള്ള ഡോക്ടർമാരുള്ള എത്രയോ നല്ല നല്ല സർക്കാർ ആശുപത്രികളുണ്ട്. ചില ആശുപത്രികളിലൊക്കെ തീരെ പരിഗണനയില്ല. അവിടെ വരുന്ന എല്ലാ ആളുകളെ ആ ഡോക്ടർ സ്വന്തം മക്കളെ പോലെയാണ് കണ്ടിരുന്നത്, ഒരു പ്രതിഫലം ആഗ്രഹിക്കാതെ. അവസാനം എൻ്റെ ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് പോലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എന്തുകൊണ്ട്? കാരണം അവിടെ അങ്ങനെയായിരുന്നു. എൻ്റെ മകനെ പോലും ആശുപത്രിയിൽ മകനായി കണ്ട്, എന്നെ മകനായിട്ടാണ് കണ്ടത്. എന്നൊരു തലയിൽ തലപ്പാവ് ധരിച്ച് പോകുമ്പോൾ അതൊരു മുസ്ലിം ഡോക്ടറായിരുന്നില്ല, ഒരു ഹൈന്ദവ സഹോദരിയായിരുന്നു. എന്നാൽ പോലും ആ സഹോദരിയായ ഡോക്ടർ എന്നെയും എൻ്റെ ഭാര്യയും പൊന്നു മക്കളെ പോലെയാണ് ഇവിടെ കണ്ടത്. എല്ലാം നമ്മുടെ കൂടെ നിന്നിരുന്നു, കുട്ടിയെ കൂടെ കളിപ്പിക്കാനും താലോലിക്കാനും എല്ലാത്തിനും. പെട്ടെന്ന് മരണപ്പെട്ടെന്ന് പോയുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി. അങ്ങനെ അത്രയും നല്ല നല്ല ആശുപത്രികളുണ്ട്, ഇത്തരത്തിലുള്ള ആളുകളുമുണ്ട്. എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവല്ലേ ആ സഹോദരി. ആ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മരണം ഒരിക്കലും മറക്കാൻ പറ്റുമോ? ഇതിന് സമാധാനം പറയാൻ ആരെ കൊണ്ട് സാധിക്കും? ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ ഇതേ ഒരു അവസ്ഥ നമുക്കുണ്ടായാൽ നമുക്കിത് നാം ആശുപത്രിയിലെത്താൻ നാം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതൊക്കെ ഗൗരവത്തോടു കൂടി ആടേണ്ടതാണ്. നിയമം ആ നിയമത്തിൻ്റെ വഴിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഇത്തരത്തിലുള്ള വിഷയത്തിൽ അവഗണിച്ചാൽ ഭാവിയിൽ നമുക്കോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ നമ്മുടെ അയൽവാസികളിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ പോയി എത്തിയാൽ, അവർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടായാൽ, നമുക്കിവരെ പരിചയമില്ലല്ലേ, നമുക്കിവരാരെന്നറിയില്ല, നമുക്ക് പോലും ഇത് സഹിക്കാനോ താങ്ങാനോ പറ്റുന്നില്ല. അത്ര സങ്കടമാകുന്നു ആ സഹോദരിയുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ, ആ സഹോദരൻ നിസ്സഹായമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ. ഒന്ന് CPR നൽകിയിരുന്നെങ്കിലാണ് ആ സഹോദരി പറയുന്ന ഒരു കാഴ്ച. ആരെങ്കിലും കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോഴും അതും വരില്ല എന്ന് പറയുമ്പോൾ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാകും പ്രിയമുള്ളവരെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ബിസ്മീർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരനായ ചെറുപ്പക്കാരൻ അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ, ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ആ പൊന്നു മക്കൾക്ക് വാപ്പ എവിടെയാണ് ഉമ്മ എന്ന് ചോദിക്കുമ്പോൾ അർദ്ധരാത്രിയാണ് വരുന്നത്. സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ വാപ്പയില്ല. ആ മക്കളോട് വാപ്പ എവിടെ എന്ന് ചോദിക്കും. ആ മക്കളോട് എന്ത് പറയും ഈ ഉമ്മ? ഇതിന് കാരണക്കാരാരാണ്? ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? ഗൗരവമുള്ളതല്ലേ പ്രിയപ്പെട്ടവരെ? ആ പൊന്നു മക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ പറ്റും? എങ്ങനെ സമാധാനിപ്പിക്കാൻ പറ്റും? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ പൊന്നു മക്കൾക്ക് സമാധാനം പ്രദാനം ചെയ്യട്ടെ. യാ അല്ലാഹ്, മരിക്കുന്ന നേരം റബ്ബേ, കൺമുമ്പിൽ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയുള്ള മരണം ആ ഭാര്യക്ക് അതിന് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മരണമായി മാറി.
ആർക്കും സമാധാനം പറയാൻ വാക്കുകളില്ലാത്ത മരണമായി മാറി. അല്ലാ, ആ പൊന്നു സഹോദരിക്ക് നീ ക്ഷമാപ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇതിന് പകരം നല്ലൊരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആ ചെറുപ്പക്കാരെയും ഞങ്ങളെല്ലാവരെയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.